ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. ഡേ മൈ ലൈഫ് എന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പം ഫുൾ ഡേ ഒന്നല്ല, ഒരു വൈകുന്നേരം ഒരു 4 മണി മുതൽ 6 മണി വരെയുള്ളൊരു വീഡിയോ വെറുതെ ഇരിക്കുമ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതെന്ന് വെച്ചാൽ ചെമ്മീനവേ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു മാമാനെ നോക്കാൻ വേണ്ടിയിട്ട്. മാമ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ പോയിട്ട് വരുമ്പോൾ ചെമ്മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ചെമ്മീൻ വാങ്ങിയിട്ട് തൊല്ലാൻ വേണ്ടിയിട്ട് കുത്തിരിക്കുമ്പോഴല്ലേ യോന് കയറിയിട്ട് കൗണ്ടർ ടോപ്പിന് മുകളിൽ കയറിയിട്ട് കുത്തിർന്നിട്ടുണ്ടാവേ. അപ്പം ഞാൻ തൊല്ലുന്ന സമയത്ത് യോനെടുത്ത വീഡിയോ ആണിത്. അങ്ങനെ ചെമ്മീനെ തൊല്ലിയിട്ട് അതിനെ എല്ലാം തൊല്ലിയിട്ട് കുറച്ച് മാത്രം തൊല്ലിയിട്ട് കുറച്ച് ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം എത്രയാണെന്ന് അറിയോ? സമയം 4:10. അപ്പോൾ ആ സമയത്താണ് ചോറ് കഴിക്കുന്നത്. ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടായത്. അപ്പോൾ അതിന് ചെമ്മീനെ തൊല്ലിയിട്ടായിട്ട് ഞാൻ മുളയിലിട്ടിട്ട് പെരക്കിയിട്ട് വെച്ചിനവേ. പെരക്കി വെച്ചതിന് ശേഷം ഇതാ ഇങ്ങനെ റോസ്റ്റ് ആക്കിയിട്ട് എടുത്ത്. പിന്നെ ഒരു നീരുള്ളി അതൊന്നും ഇട്ടൊന്നും ഓർക്ക് ഇഷ്ടമല്ല നെയ്യിലാക്കുന്ന അതിനൊന്നും. അപ്പം ഞാൻ വെച്ച് എനിക്കും കൂട്ടാളെന്ന് വെച്ചാൽ നീരുള്ളി തക്കാളി ഇട്ട് നല്ല പങ്ങൾ റോസ്റ്റ് ആക്കിയിട്ട് എടുത്ത്. ഓർക്കാണെങ്കിൽ നീരുള്ളി തൊടാണ്ട് വെണ്ണ ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് കൊടുക്കണം ചോറിന്. വെറും ഉണക്ക് ചോറിന് അങ്ങനെ ആക്കിയിട്ട് വയ്ക്കലാണ്. അപ്പം ഞാൻ 2 നീരുള്ളിയും മുറിച്ച് തക്കാളി പച്ചമുളകിലിട്ടിട്ട് നല്ല പാലാക്കുമ്പോൾ അത് ചോറിനാണെങ്കിലും അപ്പത്തിനാണെങ്കിലും കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ അധികം ചോറ് ബേക്കൽ കുറവാണ്. എപ്പം കണ്ടെങ്കിൽ ബേക്കുവേ. ചോറ് വയ്ക്കാൻ ഭയങ്കര മടിയാണ്. അപ്പാൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിന്നലാന്ന് ഞാൻ. അപ്പം അങ്ങനെ നീരുള്ളിയെല്ലാം കട്ടാക്കിയിട്ട് എടുത്തിട്ട് അത് ഫ്രൈ ആവുന്ന സമയത്ത് അതിലേക്ക് ഇട്ടിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലേ രാവിലെ വീഡിയോ എടുത്തോട്ടേന്. കാരണം രാവിലെ കുറേ എന്തെല്ലോ പണിയുണ്ടായി. അതിൻ്റെ എല്ലാം ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് കാണിച്ചിട്ടേന്. അപ്പം വേണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് വിചാരിച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വീഡിയോ എടുത്താണ്. അങ്ങനെ നീരുള്ളിയെല്ലാം കട്ടാക്കിയിട്ടായി. ആ സമയം കൊണ്ടില്ല എൻ്റെ ചെമ്മീൻ, നിങ്ങൾ എന്ത് പറയില്ല, കൊഞ്ചെന്നാ, ഞാൻ ചെമ്മീൻ എന്നാ പിന്നെ പറയല്. അപ്പോൾ അത് ഏകദേശം റെഡി ആയിട്ടുണ്ടായിന് നല്ല. അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ നീരുള്ളി ഇട്ട് കൊടുത്ത് കുറച്ച് റോസ്റ്റ് ആയിട്ടാകുമ്പോൾ തക്കാളി ഇട്ട് കൊടുത്ത് നല്ല പല റോസ്റ്റ് ആക്കിയിട്ട് എടുത്തിനവേ. അത് കഴിഞ്ഞ് തക്കാളി ഇട്ട് കൊടുത്ത് പിന്നെ കറിച്ചപ്പല കറിവേപ്പിലയില്ലേ അത് ഇട്ട് കൊടുത്ത് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് എല്ലാം ഇട്ടിട്ട് നല്ല പണിങ്ങനെ മയക്കിയെടുത്തവേനെ. എനിക്കില്ലേ ഇങ്ങനെയെല്ലാം ആക്കിയിട്ട് ദോശക്ക് ചപ്പാത്തിക്കെല്ലാം കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നവേ. നെയ്യിലൊക്കെ നെയ്യാസിനൊന്നും പിന്നെ അതിലേക്ക് നീരുള്ളി ഇട്ടൊന്നും ഓർക്ക് വെറും ചെമ്മീൻ മാത്രം ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് കൊടുക്കണം. എല്ലാം ഇങ്ങനെ പെറുക്കി എടുത്തിട്ടാണ് തോന്നുന്നത്. അങ്ങനെ ഫ്രിഡ്ജിൽ ചോറുണ്ടായിരുന്നു. ചോറ് വെച്ച ചോറൊന്നുമല്ല, ഇന്നലെ വെച്ച ചോറായിരുന്നു. അപ്പോൾ ആ ചോറെടുത്തിട്ട് ചൂടാക്കിയിട്ട് വയ്ക്കാമെന്ന് വെച്ച്. നിങ്ങളെങ്ങനെ ചൂടാക്കിയിട്ട് വയ്ക്കലുണ്ടാവുമെന്ന് കമൻറ്റ് ചെയ്യണവേ. ഞാൻ ഇടയ്ക്കിടയ്ക്കല്ല ചൂടാക്കിയിട്ടെല്ലാം വയ്ക്കലുണ്ട്. പിന്നെ ഇത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായത്. അപ്പോൾ പിന്നെ നെയ്യിലെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവൾ ചെമ്മീൻ കാച്ചിട്ടുണ്ടെങ്കിൽ ചോറ് വയ്ക്കും. അങ്ങനെ വയ്ക്കിട്ട് എന്ന് വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിർത്തിയിട്ട് ചൂടാക്കിയതാണ്. സ്കൂളിൽ നിന്നാണെങ്കിൽ ചോറൊന്നും വയ്ക്കല്ലാവേ. എപ്പോഴെങ്കിലൊക്കെ തോന്നുമ്പോൾ വെച്ചങ്ങായി അധികം ടിഫിനിൽ അപ്പം കൊണ്ടുപോകലാണ്. അപ്പോൾ പിന്നെ ചോറ് വയ്ക്കാതെ ആണെന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോരിക്കും ഇങ്ങനെ എപ്പെങ്കും ചോറ് ഇങ്ങനെ ചൂടാക്കി കൊടുക്കും. ഇപ്പോൾ മദ്രസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വൈകുന്നേരം വയ്ക്കാനുള്ള ടൈം ഉണ്ടാകുന്നു. അല്ലാന്നുണ്ടെങ്കിൽ മദ്രസയിൽ പോകുന്ന സമയത്ത് ഒന്നും കുടിക്കലൊന്നുമില്ല. അങ്ങനെ ഞാൻ ചോറ് ചൂടാക്കാൻ വേണ്ടിയിട്ട് കറണ്ട് അടുപ്പിൽ വെച്ചതവേ. എന്നിട്ട് മുത്താറി വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ടായി. രാവിലെ വെള്ളത്തിലിട്ടിട്ട് വെച്ചത്. അങ്ങനെ മാമ ഹോസ്പിറ്റലുണ്ടാകും. മാമക്ക് പോകുമ്പോൾ കൊണ്ടും പോകാമെന്ന് വിചാരിച്ച്. മാമക്ക് മൂത്രത്തിൽ പോപ്പ് അങ്ങനെ ഇൻഫെക്ഷൻ എല്ലാം ഉണ്ട്. അപ്പോൾ വെറുതെ അവിടെ ഉണ്ടാകുമ്പോൾ അതിന് വെള്ളത്തിലിട്ട് വെച്ച് അങ്ങനെ മാമാക്ക് അതിനെ മുത്താറിപ്പാലാക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് വെച്ചിട്ട് തേങ്ങ ഒലിക്കുന്നവ തേങ്ങപ്പാലെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നവ. അപ്പം ഈ ചൂട് കാലത്തെല്ലാം നല്ലത്. ഇനി നോമ്പല്ലേ വരുന്നത്, ഡബിൾ ചൂടാണ്. നോമ്പിൻ്റെ ചൂടും പുറത്തത്തെ ചൂടെല്ലാം ഡബിൾ ചൂടാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടെ. അപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് വരുമ്പോഴേക്കില്ലേ ചോറ് തളിച്ചിട്ടായിന്. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് കുഴക്കൻ്റെ കറി ഉണ്ടായിരുന്നു. അതും ഇന്നലെ വെച്ച് തന്നെ അതിനും എടുത്തിട്ട് ഞാൻ ചൂടാക്കി. എന്നിട്ട് തേങ്ങ കൊത്തിയിട്ടെടുത്തവ. നല്ല പച്ച തേങ്ങയുടെ നല്ല അടിപൊളി വെള്ളമായിരുന്നു. അപ്പം അതും ഞാൻ അതിൽ നിന്ന് എടുത്തിട്ട് കുടിച്ചിന്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വെള്ളം. നിങ്ങൾ ആരെങ്കിലും തേങ്ങലത്തെ വെള്ളം കുടിക്കലുണ്ടാവും? ഉണക്ക് തേങ്ങലത്തെ വെള്ളമൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ പച്ച തേങ്ങലത്തെ വെള്ളം നല്ല കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ ഒരിക്കലും ഞാൻ ക്ലാസ്സിൽ വെറുതെ മറിക്കുന്നതിന് കൊണ്ട് കൂട്ടി വെച്ചിട്ട് വയ്യത് മറിക്കലാണ്. അന്നെങ്കിൽ കൂട്ടുമ്പോൾ ക്ലാസ്സിലേക്ക് തന്നെ കൂട്ടുവേ. അങ്ങനെ തേങ്ങ എന്താക്കിയിട്ട് തേങ്ങേൻ്റെ വെള്ളം കുടിച്ച ശേഷം തേങ്ങ ചിരകിയിട്ട് വെച്ച് അങ്ങനെ ചിരകി വെച്ചതിന് ശേഷം ഞാൻ മിക്സിയിലേക്കല്ലേ മുത്താറി. നിങ്ങൾ ഇതിനെന്ത് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ പറയുന്നത് മുത്താറി എന്നാണ്. കുറേ ആൾ രാഗി എന്ന് പറയുന്നത്. വേറൊന്നും എനിക്കറിയില്ല എൻ്റെ പേര്. ഞാൻ മുത്താറി എന്നാണ് പറയില്ല. അതിന് ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് മിക്സിയിലടിച്ചിട്ട് പാലെടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടാക്കിയതാണ്. അങ്ങനെ അതിനെ പാലെടുത്ത് വെക്കുമ്പോൾ നെയ്യാസിനോട് പറഞ്ഞ് പെട്ടെന്ന് കുളിച്ചിട്ട് വാ, അതിന് വെയിറ്റ് ആക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നു. അങ്ങനെ നെയ്യിലെ വരുന്നായിട്ട് പിന്നെ എല്ലാ പണിയും കഴിയണമല്ലോ. അങ്ങനെ നെയ്യാസ് കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാനിത് ഇങ്ങനെയാണ് അതിനെ കുറുക്കുന്നിട്ടാ. മറ്റേ വെല്ലം, നീരുള്ളി, ഏലക്കി അതൊക്കെ ഇട്ടായിരുന്നു. അതെല്ലാം വെച്ചിട്ട് നല്ല ചെറിയ തീയിലിട്ട് നല്ല കുറുക്കി എടുക്കുന്നതാണ് ഇതുപോലെ ആക്കിയിട്ട്. അപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ആളല്ലേ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കട്ടെ. നല്ല അടിപൊളിയാണ്. പിന്നെ മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുക, മൂത്രം നേരെ ക്ലിയർ ആയിട്ട് പോകാത്തവർക്കൊക്കെ നല്ലതാണ് ഇത്. അപ്പോൾ ഇങ്ങനെ അടിപൊളിയായിട്ട് റെഡി ആയിനവ.
അങ്ങനെ നെയ്ല സ്കൂളിൽ നിന്ന് വന്ന് അവൾ കുളിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. സ്കൂളിൽ നിന്ന് വന്നതിന് ഞാൻ പറഞ്ഞു നിന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നെയ്യാസ്. അങ്ങനെ നീ ബേക്കിന്ന് പറഞ്ഞിട്ട് ഓളയും കൂടി ഇരുത്തിനവ. എല്ലാം രണ്ടാളും ചെമ്മീൻ ഇങ്ങനെ പെറുക്കിയെടുക്കലാണ്, നീരുള്ളിനെല്ലാം മാറ്റി വെച്ചിട്ട്. അങ്ങനെയാണ് അവരവസ്ഥ. പിന്നെ കുഴക്കക്കറിയും ചൂടാക്കിയത് വെറുതെ നല്ല മാത്രം. ആര് തൊട്ടിട്ടവ കുഴക്കക്കറി ഞാൻ ആദ്യമായിട്ട് ഇടയ്ക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ 4:10 കിച്ചണിലേക്ക് വന്നിട്ട് ഇപ്പോൾ സമയത്ത് 5:10 അപ്പോൾ ഞാൻ ഇപ്പോൾ അങ്ങ് ബേക്കാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ ചോറ് വിളമ്പാൻ വേണ്ടിയിട്ട് ഞാനില്ലേ പ്ലേറ്റ് എടുത്തിട്ട് പോകുമ്പോൾ കട അപ്പം കണ്ട് രാവിലെ ഞാൻ കലത്തപ്പം ചുട്ടിട്ടുണ്ടായി, ചെറിയൊരു കുഞ്ഞി കലത്തപ്പം. അത് കണ്ടിട്ട് പിന്നെ എനിക്ക് മനസ്സ് വന്നില്ലപ്പം. അപ്പോൾ ഞാൻ കലത്തപ്പം തിന്നാന്ന് വെച്ച് അങ്ങനെ ചോറ് പിള്ളേർക്ക് ഉണ്ടാക്കി മാത്രമേ ചോറ് കൊടുത്ത് ഞാൻ രാവിലത്തെ കലത്തപ്പം തിന്നവ. എനിക്ക് പിന്നെ അപ്പം കണ്ടെങ്കിൽ ചോറിനോട് അത്ര വലിയൊരു ഇതില്ല, അപ്പം തിന്നാണ് ഇഷ്ടം ഏത് സമയത്തും. അങ്ങനെ ഞാൻ ആ അപ്പം തന്നെ തിന്ന്, ചോറ് അവിടെ തന്നെ ബാക്കിയായി. കുഴക്കക്കറി കൂട്ടിയിട്ട് അങ്ങ് ചോറ് വയ്ക്കാൻ വെച്ച്, പക്ഷേ സമ്മതിച്ചില്ല. അപ്പം കണ്ടിട്ടാകുമ്പോൾ അതന്നെ ചെമ്മീനെ കൂട്ടി തിന്നു ഞാൻ. നെയ്ലാട് കുളിച്ചിട്ട് വാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു നെയ്യാസ് വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലേ, നല്ല പാല കൈയെല്ലാം കയറ്റി വന്നിട്ട് ചോറ് ബേക്കുക എന്നിട്ട് കുളിക്കാൻ പോകുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ചെമ്മീനെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ അവൾ ചോറ് കഴിക്കൽ, അല്ലെങ്കിൽ ബേക്കല. അങ്ങനെ രണ്ടാളും ഇരുന്നിട്ട് ഇങ്ങനെ കൽബിക്കൊണ്ട് പേശിക്കൊണ്ട് അപ്പോൾ ചോറ് കഴിക്കൽ. എനിക്കൊരു ചെമ്മീൻ വേണം, എനിക്കൊരു ചെമ്മീൻ, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളിങ്ങനെ ഗുസ്തി ആയിക്കൊണ്ടായിരുന്നു ചെമ്മീനും വേണ്ടിയിട്ട്. ഇങ്ങനെ എത്ര കൊടുത്തെങ്കിലേ നെയ്യാസിന് നെയ്ലാട് ഗുസ്തിയാക്കാൻ എടുക്കാൻ കയ്യിലേ ഇല്ല. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചിട്ട് പോയിട്ടാണ് പിന്നെ ക്യാമറയുടെ മുമ്പിൽ ഓരോ രണ്ടാളും മാത്രമായവ. അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളൂ, വെറുതെ ഉണ്ടാകുമ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയിൽ ഞാൻ നാളെ വീണ്ടും വരും. അപ്പോൾ എൻ്റെ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാത്ത വീഡിയോസ് എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. അടിപൊളി കുറേ വീഡിയോസും കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം യൂസ്ഫുള്ളാണ് കുറേ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം പോയിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ചോറ് ചോറ് വയ്ക്കൽ ഇങ്ങനെ കണ്ടില്ലേ, ഫുള്ളായിരുന്നു വയ്ക്കില്ല. നീരുള്ള ഒരു സൈഡ്, തക്കാളി ഒരു സൈഡ്, ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഓക്കെ, ബായ്.